8 വർഷത്തിന് ശേഷം കുരുന്നുകളുടെ കളിചിരികൾ കൊണ്ട് പ്രവേശനോത്സവം ആഘോഷമായി മാറുന്ന തിരുവനന്തപുരം വലിയതുറ ഗവൺമെന്റ് യു.പി. സ്കൂളിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2016 മുതൽ കടലാക്രമണ ഭീഷണി മൂലവും മറ്റ് പ്രതിസന്ധികൾ മൂലവും ഓഖി ദുരന്തമുണ്ടാക്കിയ ആഘാതം മൂലവുമൊക്കെ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന ഗവൺമെന്റ് യു.പി. സ്കൂളാണ് ടെക്നോ പാർക്കിലെ സന്നദ്ധ സംഘടനയായ കനലിന്റെ സഹായത്തോടെ 8 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നവീകരിച്ച് വീണ്ടും പൂർണ്ണ സജ്ജമായ യു.പി. സ്കൂളായി ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ വെറും 5 പേർ മാത്രമായിരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾ. പക്ഷേ ഈ വർഷം 16 പേർ 1ാം ക്ലാസ്സിലുണ്ട്. വലിയ തരത്തിൽ പ്രതീക്ഷയോടെ ഈ സ്കൂളും അതിന്റെ അധികൃതരും കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ പ്രതീക്ഷ പങ്കുവച്ച് സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ബിജുകുമാർ നമ്മോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ വർഷം 5 പേർ മാത്രമായിരുന്നു 1ാം ക്ലാസ്സിൽ. പക്ഷേ ഇത് ഇരട്ടിലധികം കുട്ടികൾ ഇത്തവണ 1ാം ക്ലാസ്സിലുണ്ട്. ഇപ്പം മുഴുവൻ എത്ര കുട്ടികളുണ്ട്? ഈ വർഷം മൊത്തത്തിൽ 81 കുട്ടികൾ. 1ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം 5 വിദ്യാർത്ഥികളായിരുന്നു. ഈ വർഷം അത് 16, 3 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വരുമ്പോൾ ഇത് ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു. ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു മാറ്റത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് എങ്ങനെയാണ് ഇങ്ങനൊരു ആശയം ഉൾക്കൊണ്ട് അവരുമായി ബന്ധപ്പെടാനുണ്ടായ സാഹചര്യം ഈ സന്നദ്ധ സംഘടനയുമായിട്ട്? നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ PTA മീറ്റിംഗും SMC ഒക്കെ കൂടുമ്പോൾ രക്ഷകർത്താക്കളെയും നാട്ടുകാരെയും കൂടെ ഒരുമിപ്പിച്ച് കൂട്ടായിട്ട് നമ്മൾ കമ്മിറ്റികൾ വിളിച്ചാണ് കാര്യങ്ങൾ ക്രമപ്പെടുത്തി പോയത്. അപ്പൊ അതനുസരിച്ച് എടുത്ത തീരുമാനങ്ങൾക്കനുസരിച്ച് ഈ വെക്കേഷനിൽ സന്നദ്ധ സംഘടനകൾ നമ്മുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് എയർപോർട്ട് അതോറിറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ കനൽ അവരുടെ ഏജൻസി അവരാണ് ഈ പണികൾ ചെയ്തതെങ്കിലും നമ്മുടെ CSR ഫണ്ട് ആസിയ എന്നുള്ള ഒരു ഏജൻസിയാണ് ഏതാണ്ട് 8 ലക്ഷം രൂപയോളം മുടക്കി ഈ പ്രോജക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇനി തുടർന്നുള്ള നാളുകളിൽ ഈ വർഷം അവർ നമ്മുടെ വിദ്യാലയത്തെ ദത്തെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ ചെയ്തു തരാമെന്ന് ഒരു സാങ്കേതികമായി ഈ കുഞ്ഞുങ്ങളെ സാങ്കേതികമായി അറിവുള്ളവരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓരോ ഫലവൃക്ഷ തൈകൾ കുട്ടികൾക്ക് വീട്ടിലേക്ക് കൊടുത്തയക്കാനുള്ള ക്രമീകരണം കൂടെ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഇപ്പോൾ ചെയ്തു വരികയാണ്. എന്തായാലും അത് വളരെ നല്ല രീതിയിൽ അത് പൂർണ്ണ സജ്ജമാകട്ടെ. എല്ലാ ആശംസകളും. ഈ കുരുന്നുകളും വലിയ സന്തോഷത്തിലാണ്. എന്താണ് പേര്? ശ്രേയ. എന്താ പേര്? സാറ. എത്രാം ക്ലാസ്സിലോട്ടാ? 2. കുഞ്ഞ് എത്രയിലോട്ടാ? 1. ഓക്കെ. അപ്പോൾ എല്ലാ എന്താ പേരെന്നാ? അർഷിത. എത്രാം ക്ലാസ്സിലാ? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിലോട്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിരവധി വിദ്യാർത്ഥികളാണ് പട്ടം സെന്റ് മേരീസിൽ നിന്ന് ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. മോന്റെ പേരെന്നാ? എവിടെയാ വീട്? എത്രാം ക്ലാസ്സിലാ? 6. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനുണ്ടായ കാരണം ഇവിടെ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം എന്നാ? ദൂരം. അപ്പൊ ഇനി ഇവിടെ സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്ന്? ഓക്കെ, ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ എല്ലാ ആശംസകളും. നല്ലതായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ്. എനിക്ക് പിന്നിൽ ഓടിക്കളിക്കുകയാണ് കുട്ടികൾ. ബാല്യകാലത്തിന്റെ സ്മരണകൾ ഞങ്ങളുടെ മനസ്സിൽ ഉണർത്തുന്ന തരത്തിൽ തീർച്ചയായിട്ടും ഏതാണ്ട് 81 വിദ്യാർത്ഥികൾ ഈ വർഷം ഈ യു.പി. സ്കൂളിന്റെ ഭാഗമാകുമ്പോൾ വരും വർഷങ്ങളിൽ അതിന്റെ ഇരട്ടിയിലേറെ കുട്ടികൾ ഇവിടേക്ക് പഠനത്തിനായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ ഉള്ളത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.